അപ്പോൾ ഹാപ്പി ഓണം പിള്ളേരെ. ഓണായിട്ട് ഇന്ന് ഉത്രാടപ്പാച്ചലിലാണ് എല്ലാവരും. പക്ഷേ ഞാൻ ഉത്രാടപ്പാച്ചലൊക്കെ ആയിരുന്നു. ഒരുപാട് ജോലികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാനും ഇതിനൊക്കെ കേട്ട് നടക്കായിരുന്നു. കൊച്ചിനെ മുടി വെട്ടിക്കാനും അമ്മണിക്ക് ഡ്രസ്സ് എടുക്കാനും എനിക്ക് പാൻറ് എടുക്കാനും അതെന്നും പറഞ്ഞിട്ടൊക്കെ നടക്കുമായിരുന്നു. വന്ന് ഇച്ചിരി നേരം കിടന്ന് ഇപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്ന് ഇപ്പോൾ അണ്ണനിപ്പോൾ പുറത്തോട്ടൊക്കെ പോയപ്പോൾ അങ്ങനെ വണ്ടി ഇങ്ങനെ പെട്രോൾ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ജസ്റ്റ് ഞാൻ ജിപേക്ക് ഒന്ന് ചുമ്മാ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കും കേട്ടോ. വല്ല എമൗണ്ട് എങ്ങാനും എന്തെങ്കിലും എനിക്ക് എന്തോ ഇടയ്ക്കിടയ്ക്ക് ജിപേ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ അതിൻ്റെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് നോക്കണത്. ഈ ഉച്ച വരെ ഒരു 3 മണി 4 മണി വരെയൊക്കെ ഞാൻ അക്കൗണ്ട് ബാലൻസ് നോക്കിയപ്പോൾ ഒരു 31 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി കാണും. 6 മണി സമയത്ത് എൻ്റെ ജിപേയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് എൻ്റെ പേയ്മെൻറ്റ് ഞാൻ അങ്ങൊന്ന് ചെക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു കേട്ടോ. എനിക്ക് വളരെയധികം സന്തോഷമാണോ, എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് വിഷമമൊക്കെ വന്നത്. കാരണം എന്ന് വെച്ചാലേ ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നിങ്ങനെ വായിട്ടിങ്ങനെ അലയ്ക്കും. ഈ ലൈവ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വായിട്ട് അലയ്ക്കുമ്പോൾ ഇവർ പറയുമോ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെയെന്ന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ എൻ്റെ പിള്ളേർ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പിള്ളേർ ഒരു വർഷമായി ഞാൻ യൂട്യൂബ് എൻ്റെ ലൈവ് സ്റ്റാർട്ടിങ് ആയിട്ട്. ആ സമയം തൊട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പിള്ളേരെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിയുടെ പിള്ളേരാ. ആണടാ, നീയൊക്കെ എൻ്റെ പിള്ളേർ തന്നെയാണ്. ഇനി എന്നെക്കാളും മൂത്തതായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളൊക്കെ എൻ്റെ പിള്ളേർ തന്നെയാണ്. സത്യം പറയാലോ എന്തൊരു സന്തോഷം. എനിക്ക് ആകപ്പാടെ എനിക്ക് അക്ഷയിൽ നിന്ന് മാസം കിട്ടുന്നത് 10 രൂപയാണ്. അതിനകത്ത് ലീവ് ഉണ്ടാവും, ESA അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കട്ടായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതിൽ കൂടെ എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതിൽ നിന്നൊരു 10 രൂപയുടെ വരുമാനം, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു 10 രൂപയുടെ വരുമാനം. കാരണം മാസം ഒരു അഡീഷണൽ ഒരു 10 രൂപയുടെ വരുമാനം, അത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റും. കുറച്ചല്ല, അധികം തന്നെ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാൻ. അങ്ങനെ ഞാൻ ചുമ്മാ ഒരു ഇത് ഇങ്ങനെ ആവുന്നോ എനിക്കിങ്ങനെ വരുമാനം കിട്ടുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് നേടണം അല്ലെങ്കിൽ പക്ഷേ ഒരു 5 പിള്ളേർ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് തുടങ്ങി കൂട്ടിയതാണിത്. എനിക്ക് ആദ്യം ഒന്ന് ലൈവിൽ കൂടെ സംസാരിക്കാനോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് എങ്ങനെ ഞാൻ ബ്ലൂ ഒക്കെ കൊടുക്കാൻ പഠിച്ചതും അതൊക്കെ ഞാൻ സാറ ചേച്ചിയുടെ ലൈവിൽ പോയി ബ്ലൂ എങ്ങനെയാണ് പഠിച്ചത്, അതെങ്ങനെ ചെയ്യേണ്ടത്. ആദ്യം എൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരു കളി ചോദിച്ചു ബ്ലൂ കൊടുക്കുമെന്ന്. ഞാൻ ബ്ലൂവോ, ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ബ്ലൂ എന്ന് പറഞ്ഞ സാധനം എന്തായാലും എഴുതുമോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചത് സത്യമായിട്ടും. അങ്ങനെ ഓരോ വീഡിയോസും കണ്ടിരുന്ന് എനിക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഇച്ചിരി പ്രയാസമായി. എനിക്ക് ഞാൻ എന്ത് സംസാരിക്കും അവരുടെ അടുത്ത്. ഇപ്പോഴങ്ങനെ തന്നെയാട്ടോ, പിള്ളേരെന്തെങ്കിലും പറയും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പിന്നെ ഇപ്പോഴും അതെ, ഓരോന്ന് ഇടുന്നത് ഓരോന്ന് വായിക്കാൻ എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതെല്ലാം സഹിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പിള്ളേർ, ആ പിള്ളേരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇവിടം വരെ എത്തിയത്. എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നത് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് എൻ്റെ കുറച്ച് പേർക്ക് മാത്രം അറിയാം. എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് പരിചയപ്പെട്ട ഒരു കൊച്ചിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നു. എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞ് ഞാൻ ആ കൊച്ചിൻ്റെ വീട്ടിലോട്ട് പോകും. അത് നമ്മൾ ഉടനെ ആ ഒരു വീഡിയോ വരും കേട്ടോ. ആ കൊച്ചിൻ്റെ വീട്ടിൽ പോകും, ആ കൊച്ചിനെ കാണും. എനിക്ക് കിട്ടിയതിൽ ഒരംശം അത് അവൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പിള്ളേരെ നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു. അപ്പോൾ ഓണം ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ കളറായി കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ATM പോയി എടുക്കുന്നതൊന്നുമില്ല. നമുക്ക് ജിപേ അതിനകത്ത് നമ്മൾ എന്താ പറയുക അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ എമൗണ്ട് കണ്ടു. തികച്ചില്ലെങ്കിലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. വായിട്ട് അലയ്ക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ആ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വലുതൊന്നല്ല, എനിക്കൊരു പ്രോത്സാഹനം, അത്രേ ഞാൻ എന്നും പറയാറുള്ളൂ. അപ്പോൾ ഓക്കെ പിള്ളേരെ, ഹാപ്പി ഓണം എൻ്റെ പിള്ളേരെ. താങ്ക് യു സോ മച്ച്.